കേരളത്തിൽ കോൺഗ്രസ് ശക്തമായ പ്രതിപക്ഷമായി മാറുന്നില്ല എന്നൊരു പരക്കെ ആക്ഷേപം ഉണ്ട്. എന്നുവെച്ചാൽ തെരഞ്ഞെടുപ്പ് രണ്ടെണ്ണം മുമ്പിൽ നിൽക്കുന്നത്, ഇതിന് വേണ്ടതായിട്ടുള്ള ഒരു ഒരുക്കവും അവരുടെ ഭാഗത്തു നിന്നില്ല എന്ന് തോന്നുന്നു. അത് എത്രത്തോളം ശരിയാ, പൂർണ്ണമായും ശരിയാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൽ ഒരു ജയത്തിനരികെ നിൽക്കുമ്പോൾ പഠിക്കൽ കൊണ്ടിട്ടപ്പോൾ കുടം ഉടച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ഉടഞ്ഞുപോയി. വലിയ കഷ്ടം തോന്നുവാണ്, സങ്കടം തോന്നുക അവസരത്തിൽ ഈ കുടം ഉടഞ്ഞതല്ലേ. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുനമ്പം കേരളത്തിലെ ക്രിസ്തീയ സമുദായത്തിൻ്റെ ഒരു വിഭാഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFിലേക്ക് മനസ്സില്ലാ മനസ്സോടെ ചേക്കേറിയിട്ടുണ്ട്. അവരുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള ഒരു കൺസോളിഡേഷൻ കോൺഗ്രസ്സിന് ഇപ്പോൾ കിട്ടേണ്ട അവസരമാണിത്. തെരഞ്ഞെടുപ്പിൽ അത് കിട്ടുമായിരുന്നു, കിട്ടി അവർ ജയിക്കുകയും ചെയ്യുമായിരുന്നു. ദാ വരുന്നു മുനമ്പം വഖഫ് ബില്ലിൽ കോൺഗ്രസും കേരള കോൺഗ്രസും എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ വോട്ടിലൂടെയാണല്ലോ നമ്മൾ നിലപാട് വ്യക്തമാക്കുന്നത് വോട്ടിലൂടെയാണ്. അവിടെ പാർലമെൻറ്റിലെ വോട്ടെടുപ്പിലൂടെ അവർ വ്യക്തമാക്കിയത് ഇവിടുത്തെ ക്രിസ്തീയ സമുദായത്തിൻ്റെ, പ്രത്യേകിച്ചും കാത്തലിക് സമുദായത്തിൻ്റെ നെഞ്ചത്തെ ഏറ്റ കുത്തായിപ്പോയി. ഈ വോട്ടെടുപ്പ് നടക്കുന്നതിന് തലേ ദിവസം കൂടി കാത്തോലിക്ക സഭ, ബിഷപ്പുമാർ എല്ലാവരും പറഞ്ഞതാണ്, തീർച്ചയായിട്ടും മുൻപത്തെ ജനങ്ങളോട് അനുതാപമുള്ളവരൊരിക്കലും ഈ വഖഫ് ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്യരുത് എന്ന്. അതുവരെ BJPക്കെതിരായിട്ട് ചാക്രിക ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന സഭകൾ ഒന്നടങ്കം BJPയുടെ ഒരു ബില്ലിനെ അനുകൂലിക്കുന്ന നിർണായകമായ ഒരു മുഹൂർത്തമായിരുന്നു അത്. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ അങ്ങനൊരു മുഹൂർത്തം. ആ ഒരു മുഹൂർത്തത്തിൽ എന്താണ് കോൺഗ്രസ്സിന് സംഭവിച്ചത്? കോൺഗ്രസിൻ്റെ VD സതീശൻ നേരെ മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾക്കെന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ക്യാമ്പുകളിൽ നിന്ന് അതിനെ എതിർത്തുള്ള പ്രസ്താവനകൾ വന്നു. പിന്നെ കോൺഗ്രസ്സിന് കമാന്നൊരക്ഷരം ഇതിനെക്കുറിച്ച് മിണ്ടാൻ വയ്യാത്ത പരുവത്തിൽ ഏത് നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഒരു അസ്തിത്വ പ്രതിസന്ധിയിലാണ് ഇപ്പോഴും കോൺഗ്രസ് കേരളത്തിൽ. അസ്തിത്വ പ്രതിസന്ധി, ഉറച്ച ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത അവസ്ഥ, അതിലാണ് ഇപ്പോഴും കോൺഗ്രസ് പെട്ടിരിക്കുന്നത്. കോൺഗ്രസിനെ കൺസോളിഡേറ്റ് ചെയ്തിരുന്ന കേരളത്തിലെ ക്രിസ്തീയ സമൂഹമാണ്. അതും പിന്നെ കേരള കോൺഗ്രസ് കൂടിയുള്ള ഐക്യമുണ്ടെങ്കിൽ അവരുടെ വിജയം ഏതാണ്ട് ഉറപ്പായിരുന്നു. പിന്നെ കരുണാകരനെ പോലുള്ള ആൾക്കാർ ലീഡറായിട്ട് വരുമ്പോൾ ഹിന്ദു കൺസോളിഡേഷനും കൂടെ ഒരു പിന്നാക്ക വിഭാഗങ്ങളുടെ കൺസോളിഡേഷൻ ഉണ്ടാവും. മറ്റാരേക്കാളും കൂടുതലായിട്ട് പിന്നാക്കക്കാരെ സ്വാധീനിച്ചിരുന്ന വ്യക്തിയാണ് കരുണാകരൻ. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ലീഡറായത്. ഇപ്പോൾ അതുപോലെ ലീഡറുണ്ടെന്ന് മാത്രമല്ല, എന്തു നിലപാടെടുക്കേണ്ടു എന്നറിയാതെ നടുക്കടലിൽ ഉഴലുകയാണ് കോൺഗ്രസിൻ്റെ കപ്പലും കപ്പിത്താനും. ഇതിനകത്ത് ഈ ക്രൈസ്തവ സഭകളിലേക്ക് ഒരു 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 വേരോട്ടമുള്ള നേതാക്കന്മാർ കോൺഗ്രസ് ഇല്ലാതായി പോകുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് അല്ലേ, അത് എല്ലാ സമുദായങ്ങൾക്കും അതീതനായിട്ടുള്ള ഒരു ലീഡർ. ഇപ്പൊ AK ആന്റണിക്ക് ഇല്ല, ക്രിസ്തീയ സഭയിലില്ല. ബിഷപ്പുമാരെ എതിർത്ത ആളാണ്. പക്ഷെ ഒരു മതേതര സ്വഭാവമല്ല കേരളത്തിലെ. ശരിക്കും പറഞ്ഞാൽ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർക്കിടയിലാണ് അദ്ദേഹം സ്വാധീനം വമ്പിച്ച രീതിയിൽ. മാതൃഭൂമി പത്രത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു AK ആന്റണി എന്ന് പറയുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു. മതാതീതമായിട്ടുള്ള, എന്നാൽ മനോരമയ്ക്കും വളരെ ഇഷ്ടമായിട്ടുള്ള നേതാവായിരുന്നു. അങ്ങനെ എക്രോസ് ദി ബോർഡേഴ്സായിട്ട് സ്വാധീനവും അതുപോലെ തന്നെ അംഗീകാരവുമുള്ള ഒരൊറ്റ നേതാവ് ഇപ്പോൾ അവശേഷിപ്പിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഡൈനാമിക് ലീഡർഷിപ്പ് ആർക്കും ഇല്ല. ഡൈനാമിക് ആയിട്ടുള്ള ലീഡർഷിപ്പിൽ തന്നെയല്ല, ഇപ്പോൾ ആശയ പ്രതിസന്ധി. ഇവിടെ ഏത് നിലപാടെടുക്കുമെന്നുള്ള ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഇവിടെ കരുണാകരൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള നിലപാടെടുക്കുമായിരുന്നു. നോക്കൂ, നിലയ്ക്കൽ പ്രശ്നം വന്നപ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും ഭംഗിയായ വിധത്തിൽ കൈകാര്യം ചെയ്ത ആളാണ് കരുണാകരൻ. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഗുരുവായൂർ അമ്പലനാട്ടിൽ പോയപ്പോൾ സ്ത്രീകളെല്ലാം കൂടി അദ്ദേഹത്തിനെതിരെ സമരം നടത്തുകയും ഘരാവോ ചെയ്യുകയും വരെ ചെയ്യുകയുണ്ടായി. പക്ഷേ അദ്ദേഹം ആ ഉറച്ച നിലപാടിൽ നിന്നതുകൊണ്ടാണ് ഈ മറ്റു സമുദായങ്ങളുടെയൊക്കെ പിന്തുണ കോൺഗ്രസിന് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ശബരിമല യുവതീ പ്രവേശ വിഷയ സമയത്തൊക്കെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ അത് ഒരു പ്രശ്നവുമില്ലാതെ പരിഹരിച്ചേനെ. ഈ ഹിന്ദുമതത്തെ എങ്ങനെയും തകർക്കണമെന്നുള്ള പിണറായി വിജയൻ്റെ ഏക അജണ്ട
അദ്ദേഹത്തിൻ്റെ ഹിന്ദു വിരുദ്ധതയുമാണ് അവിടെ ശബരിമലയിൽ കുഴപ്പമുണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എമ്പുരാൻ സിനിമ വെച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ ഹിന്ദു വിരുദ്ധത ഇങ്ങനെ അങ്ങ് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഇത് മറ്റൊന്നുമല്ല, തന്ത്രപൂർവ്വം കേരളത്തിലെ 30% മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ആ 30% മുസ്ലിം വോട്ട് നഷ്ടപ്പെട്ടാൽ അവിടെ മറ്റു വശത്ത് ഇങ്ങനെ ആക്രാന്തം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മുസ്ലിം വോട്ടിന് വേണ്ടി. അപ്പോൾ ഒരു നിലവിട്ടൊരു നിലപാട് സ്വീകരിക്കാൻ, നീതിയുടെ പക്ഷം സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വി ഡി സതീശൻ. നീതി ഇതാണെന്ന് അവർക്കറിയാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കോൺഗ്രസ്സിന് ആ വോട്ടുകളങ്ങ് പോവും. മുസ്ലിം ലീഗിൻ്റെ ഒരു പിന്തുണ പോലും കിട്ടാതെ വരും. പോയി കഴിഞ്ഞാൽ അവരെങ്ങോട്ടാണ് പോകുന്നത്? ഇടതുമുന്നണിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ റിസൾട്ട്? വമ്പിച്ച കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി പിണറായി വിജയൻ വീണ്ടും 3ാം ഊഴം കയറും. തകർന്നു. പിന്നെ കോൺഗ്രസിനെയും തലപൊക്കുമെന്ന് വിചാരിക്കേണ്ട, പിന്നെ BJP ആയിരിക്കും പ്രതിപക്ഷം. അത് വല്ലാത്ത ഇക്വേഷനായിരിക്കുന്നു. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും BJPയും ആണ് കളിയെങ്കിൽ ഇവിടെ പിന്നെ വരാൻ പോകുന്നു CPMഉം BJPയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിരിക്കും. പിന്നെ ഇതിനകത്ത് വേറൊരു ജനകീയ വിഷയങ്ങൾ ധാരാളം ഉണ്ടായിട്ടും കോൺഗ്രസിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ ആശാസമരം, ഇതിനകത്തൊക്കെ കോൺഗ്രസിന് വലിയ ഇടപെടൽ നടത്താവുന്നതല്ല. അല്ലല്ല, ആശാസമരം അവിടെ നിൽക്കട്ടെ. നമ്മളത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ 26,566 ആശമാരുണ്ട് കേരളത്തിൽ. ഇതിലിപ്പോൾ 566 പേരിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ സമരത്തിൽ അവരേ ഉള്ളൂ. അതൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് CPM ഇപ്പോൾ അത് വലിയ നിസ്സാരമാക്കി കളയുന്നത്. 26,000 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സമരം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ആരോഗ്യ രംഗം സ്തംഭിക്കുകയല്ലേ വേണ്ടത്? സമരം വിജയിക്കണമെങ്കിൽ സ്ട്രാറ്റജി അതാണ്, വേറെ ഒന്നുമില്ല. മറ്റവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അവർക്ക് പ്രശ്നമില്ല. കിട്ടിയാൽ അവരും വാങ്ങിക്കും ശമ്പളം, അത് വേറെ കാര്യം. പക്ഷേ സമരം ഫലത്തിൽ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ. ഒരു തരത്തിലും കേരളീയ ഭരണത്തെ ബാധിക്കുന്നില്ല, ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ല, ആരോഗ്യരംഗത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നില്ല. പിന്നെ കുറേ ബുദ്ധിജീവികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് സാഗര സംഗമം എന്നൊക്കെ പറഞ്ഞ് സംഗമം നടത്തിയിട്ട് അവർ ഫോട്ടോ എടുത്തിട്ട് അവർ തല ഇത് മാത്രം മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ CITU എന്ന് പറയുന്നതാണ് അവരുടെ പ്രമുഖ സംഘടന. അല്ല, ഞാനത് എടുത്തു പറയാൻ കാര്യം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടാകുമ്പോഴാണ് ചെന്നിത്തല മഹാരാഷ്ട്രയിൽ പോയി മറ്റേ സോണിയയ്ക്കും മറ്റുമൊക്കെ എതിരെ ചോദ്യം ചെയ്യൽ വന്നപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച് അറസ്റ്റ് വരിച്ചത്. കള്ളം. ഇതിപ്പോൾ എന്താ അതിലെ കോൺഗ്രസിൻ്റെ നിലപാട് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ തന്നെയാണ് പറയുന്നത് കോടതിയെ അനുസരിക്കണം, കോടതിയെ കണ്ടോ, വഖഫ് ബില്ലിൻ്റെ കോടതി കണ്ടോ, BJPയെ തെറ്റുന്നു, BJPയുടെ കർണക്കുറ്റിക്കേറ്റ അടിയെന്ന്. അതുപോലെ സോണിയാഗാന്ധിക്കും മകനുമേറ്റ കർണക്കുറ്റിക്കേറ്റ അടിയാണ് നാഷണൽ ഹെറാൾഡ് കേസ്. അവർ കൊള്ളാവുന്ന വക്കീലന്മാരെ കൊണ്ട് മുഴുവൻ ബാധിപ്പിച്ചിട്ട് ഇതിപ്പം മോഡി എടുത്ത തീരുമാനമാണോ ഇത്? ഈ കേസ് വരുന്നത് എപ്പോഴാണ്? കേസ് വരുന്ന സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത കേറ്റാ, BJPക്കാരും കൊടുത്ത കേസല്ല. അന്ന് ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് ആണ്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് വന്ന കേസാണ്. ഇപ്പോൾ കോടതി അത് ഏറ്റെടുത്തെങ്കിൽ കള്ളം കാണിച്ചിട്ട് ഞങ്ങളെ പിടിക്കരുതെന്ന് ഉള്ളതാണോ അവരുടെ അഭിപ്രായം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് BJP എന്ത് പഴിച്ചു? BJPയുടെ ഒരു സംഭാവനയില്ല. കോടതി പറഞ്ഞാൽ അവർക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ EDക്ക്? അതിനെതിരെ സമരം നടത്തുക. കാരണം കള്ളം പിടിക്കപ്പെട്ടപ്പോൾ സമരം നടത്തുക. അപ്പോൾ അവരല്ലേ ഈ കോടതിയെ ധിക്കരിക്കുന്നതും ഭരണഘടനയെ ബഹിഷ്കരിക്കുന്നതും അവരല്ലേ? ഇപ്പോൾ എന്തൊരു നാടക്കേടാണിത്. അത് മഹാരാഷ്ട്രയിൽ തോന്നുന്നപാടിയാണ് തിരിച്ചു പോകുന്നത്. വിജയനാഥെ, അവിടെ നമ്മൾ കോൺഗ്രസിൻ്റെ ഒരു സ്വത്വ പ്രതിസന്ധി കാണണം. അവർക്കറിയാം കോൺഗ്രസ് നാഷണൽ ഹെറാൾഡിൽ കള്ളം കാണിച്ചിട്ടുണ്ട്. നാഷണൽ ഹെറാൾഡിൻ്റെ പേരിൽ ഒരു കമ്പനി ഇത് ഏറ്റെടുത്തിട്ട് ഒരു ചെറിയ കമ്പനി ഉണ്ടാക്കി, ഷെൽ കമ്പനി. അതുപോലെ തന്നെ ഈ CMRRൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ, എക്സാലോജിക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കി അതങ്ങ് ഏറ്റെടുത്തിട്ട് ആ പണം മുഴുവൻ അങ്ങ് തട്ടിയെടുക്കുകയായിരുന്നു എന്നുള്ളത് ഓരോ കോൺഗ്രസ്സുകാരനും അറിയാം. പക്ഷേ അവർക്ക് പറയാൻ പറ്റില്ല അവിടെ ഒരു പ്രതിസന്ധി. എന്താ കാര്യം എന്താ? കാരണം നെഹ്റു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഗാന്ധി കുടുംബമെന്ന് അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ കുടുംബത്തിൻ്റെ തിണ്ണമെടുക്കില്ലെങ്കിൽ കോൺഗ്രസ് ഇന്ത്യയിൽ തന്നെ അസ്തിത്വം ഇല്ല എന്നുള്ള ഒരു ബോധമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരൊറ്റ കോൺഗ്രസ്സുകാരന് ആത്മവിശ്വാസമില്ല, ആത്മാഭിമാനമില്ല. ഇത് തന്നെ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് കേരളവും. ഇവിടെയാണ് നമുക്ക് വളരെ സങ്കടപ്പെട്ടു പോകുന്ന ഒരു കാര്യം. ഇതുപോലെ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം പിണറായി വിജയൻ്റെ ഭരണം മോശമാണെന്നും ഒരു നല്ല ഭരണാധികാരി അല്ല എന്നും അദ്ദേഹത്തിൻ്റെ മെയിൻ അജണ്ട ഹിന്ദു വിരുദ്ധതയാണ്, മറ്റൊന്നുമില്ല എന്നും. പക്ഷേ ഇനി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ജനങ്ങൾ? എന്നാലും വേണ്ടുമില്ല, അദ്ദേഹത്തിനും കൂട്ടി. ഹിന്ദു വിരുദ്ധത എന്ന് പറയുമ്പോൾ അത്ര എതിർപ്പൊന്നുമുള്ള കാര്യമല്ല. വിരുദ്ധതയാണെങ്കിൽ വിരുദ്ധതയായിട്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ തന്നെ അങ്ങ് വോട്ട് ചെയ്യും. ആ തരത്തിലൊന്നും ചിന്തിക്കുന്ന ഒരു മതമല്ലാത്തത്
ആണ് CPM-ൻ്റെ വിജയത്തിൻ്റെ കാരണം. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാരണം.